പാതിവില തട്ടിപ്പിൽ കാസർഗോഡ് വീണ്ടും പരാതി. സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ മറവിൽ നടന്ന തട്ടിപ്പിൽ 41 ലക്ഷം രൂപ നഷ്ടമായി എന്നാണ് പരാതി. അരുൺ പാറക്കൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. അരുൺ പാറക്കൽ, എന്താണ് ഏത് തരത്തിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഈ പരാതിയുടെ ഉള്ളടക്കം എന്താണ് അരുൺ പാറക്കൽ? ശ്രീജിത്തെ, കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് 1999 മുതൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഈ സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന ഒരു സൊസൈറ്റി. നിരവധി പേർക്ക് ഈ സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു ചാരിറ്റി പ്രവർത്തനമാണ് അവർ നടത്തുന്നത് 1999 മുതൽ. അതിനുശേഷമാണ് ഇപ്പോൾ അടുത്ത കാലത്താണ് ഈ KN ആനന്ദകുമാറുമായി പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ നാഷണൽ NGO കോൺഫെഡറേഷനിലേക്ക് ഇവരും എത്തിച്ചേരുന്നത്. അതിനുശേഷമാണ് ഈ തട്ടിപ്പിലേക്ക് അകപ്പെട്ടതെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ കാഞ്ഞങ്ങാട് നിന്ന് നഷ്ടമായത് 41 ലക്ഷം രൂപയാണ്. 39 സ്കൂട്ടറുകളും 12 ലാപ്ടോപ്പും ഇവർക്ക് ലഭിക്കാനുണ്ട്. ഇത് ഈ ഭാരവാഹികൾ പറയുന്നത് അവർക്ക് ഈ രാത്രി സമയങ്ങളിൽ കിടന്നൊന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പാവപ്പെട്ട ആളുകളുടെ പണമാണ് ഇതിൽ നിന്ന് നഷ്ടമായിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സൊസൈറ്റിയുടെ, അതായത് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ഡയറക്ടർ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, എന്താ സംഭവിച്ചെന്ന് നമ്മൾ ഒരു 99 മുതൽ തുടങ്ങിയ സംഘടനയാണ്. ഇവിടെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു. നമ്മൾ വാട്ടർ ഷെഡ് ചെയ്തിട്ടുണ്ട്, ക്രഷ് നടത്തിയിട്ടുണ്ട്, ലീഗൽ അഡ്വൈസ് സെൻറ്റർ ഉണ്ടായിട്ടുണ്ട്, നിരവധി ബോധവൽക്കരണ പരിപാടികൾ നടത്തിയിട്ടുണ്ട്, ഗാന്ധിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് 2023 നമ്മൾ KN അനന്തകുമാറുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നത്. പല സ്ഥലത്തും അവർ ഇങ്ങനെ നടത്തുന്നുണ്ട്. CSR ഫണ്ട് എന്നൊരു ഫണ്ട് ഉണ്ട് എന്ന് നമുക്കറിയാം. അത് അവർക്ക് കിട്ടിയോ എന്ന് എനിക്കറിയില്ല. CSR ഫണ്ട് മേടിച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസ്യത വന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ 2023 ജൂലൈയിൽ തുടങ്ങിയിട്ട് നമ്മൾ 530 തയ്യൽ മെഷീൻ ഇതുവരെയായിട്ട് വിതരണം ചെയ്തിട്ടുണ്ട്. 161 ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. 12 സ്കൂട്ടി വിതരണം ചെയ്തിട്ടുണ്ട്. 3 ലക്ഷം രൂപയുടെ ജൈവവളം വിതരണം ചെയ്തിട്ടുണ്ട്. 132 കുട്ടികൾക്ക് 2000 രൂപയുടെ സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് ആദ്യഘട്ടത്തിൽ കണ്ട് പിന്നെ കൂടുതൽ ആളുകൾ വരുന്നായിരുന്നു. ആൾക്കാർ പിന്നെ ഒരു വിശ്വാസ്യത വന്നപ്പോഴാണ് കൂടുതൽ ആൾക്കാർ വന്നത്. അപ്പോൾ ആദ്യത്തെ തവണത്തെ പോലെ 12 സ്കൂട്ടറിലും നമുക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യായിരുന്നു അത്. പക്ഷെ ഇപ്പോൾ അത് പറ്റാത്തൊരു രീതിയിലാണുള്ളത്. അപ്പോൾ ഇവരുടെ ഒരു വിശ്വാസ്യത കൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ നവംബറിലും ഡിസംബറിലും ലാപ്ടോപ്പിനും കൂടെ അപേക്ഷ എടുത്തത്. അപ്പോൾ ഈ KN ആനന്ദകുമാറുമായിട്ട് നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ട, എങ്ങനെയാണ് ആ ബന്ധം? അയാൾ ഡയാലിസിസ് മാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾ, സത്യസായി ബാബ ട്രസ്റ്റിൻ്റെ ചെയർമാൻ. ഏത് അക്കൗണ്ടിലേക്ക് പണം നൽകിയത്? പണം അവർ പറയുന്ന അക്കൗണ്ടാണ്. പ്രൊഫഷണൽ സർവീസ് ഇന്നൊവേഷൻ, സോഷ്യൽ ബി എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു അക്കൗണ്ട് തരും. ആ അക്കൗണ്ടിലേക്കാണ് ഇറക്കുന്നത്. 41 ലക്ഷം രൂപ നഷ്ടമായി. ഇതിനാണ് റീജിത്ത്, ഈ സൊസൈറ്റിയിൽ നിന്ന് 41 ലക്ഷം രൂപ നഷ്ടമായിട്ടുണ്ട്. ഇവർ പറയുന്നത് അനന്തു കൃഷ്ണൻ്റെ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള അക്കൗണ്ടിലേക്കാണ് ഈ പണം പോയതെന്നാണ്. നേരത്തെ മൈത്രി വായനശാലയുടെയൊക്കെ പണവും ഇതേ അക്കൗണ്ടുകളിലേക്കായിരുന്നു നിക്ഷേപിച്ചത്. അവിടെ 33 ലക്ഷത്തോളം രൂപയാണെങ്കിൽ ഇവിടെ 41 ലക്ഷം രൂപ നഷ്ടമായിട്ടുണ്ട്. പാവങ്ങളുടെ പണമാണ്. ഇവർക്ക് ഈ സൊസൈറ്റിയുടെ ഡയറക്ടർമാർക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഭാരവാഹികൾക്കും മനസമാധാനത്തിലൊന്ന് കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നാണ് പറയുന്നത്. എന്തായാലും ജില്ലാ ക്രൈംബ്രാഞ്ച് ഇതിൽ പ്രാഥമികമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. റീജിത്ത്.